ഹലോ മച്ചാന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, വിപ്രോ 150 സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴുണ്ടോ എൻ്റെ ചാനലിൽ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വ്യൂ ചെയ്തത്. കണ്ടപ്പോൾ സന്തോഷമായി. സന്തോഷമുണ്ട് എന്നാൽ സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ട്രേഡിങ്ങിൽ ഞാനധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഇത് കണ്ട് മറ്റൊരാൾക്കൊരു ഇൻസ്പിറേഷൻ വരരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയും, ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്, ഈ 90% ആൾക്കാരെയും കാശ് പോവും, 10% ആൾക്കാർക്കേ കാശ് കിട്ടൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് സത്യമാണ്. അതിനകത്ത് 90 പോലും 10% പോലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം അതിന് മാത്രം ആൾക്കാരുടെ കാശ് പോകും. ഇത് ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മുടെ കയ്യിലുള്ള സകലമാന ഈ കൺട്രോളും കയ്യിൽ നിന്ന് പോയി നമ്മൾ വേറെ പല തലങ്ങളിലേക്ക് എത്താനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചാൻസസ് ഉള്ള ഒരു പരിപാടിയാണ്. ഒരുപാട് പേര് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനിതുപോലെ സംസാരിച്ചപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചു, എടാ നീ പറഞ്ഞത് തന്നെ 2 വട്ടം പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മളിതിനകത്ത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ അതിനകത്ത് പിന്നെ പറഞ്ഞ കാര്യമാണ് 561 രൂപ കിട്ടിയിട്ട് അത് മൊത്തം വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. മൊത്തം വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ 5-6 മണിക്കൂറത്തെ വീഡിയോ ഇടേണ്ടി വരും. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഐഫോണിൽ ചെയ്യുന്നൊരു സംഭവം മാത്രമാണ് അതിനകത്തുള്ളൂ. എനിക്ക് വേറെ സിസ്റ്റം ഉണ്ട്, എന്നാലും എനിക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി നമുക്ക് അടുത്തത് എന്താണ് അതിൻ്റെ പരിപാടികളെന്ന് നോക്കാം. അന്ന് വിപ്രോ എടുത്തു കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഞാൻ എടുത്തത് അംബുജ സിമെൻ്റാണ്. എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് വന്നതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇത് കണ്ട് ആരും ഇൻസ്പയർഡ് ആയിട്ടുള്ള കാശുകൊണ്ടേ കളഞ്ഞേക്കരുത്. പലരും എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, ഞാൻ അംബുജ സിമെൻ്റ് എടുത്തേക്കണേ, അതിനകത്ത് നല്ല ഇത്തിരി ഡൗൺ ആണ്, വീണ്ടും കയറാനാണ് ചാൻസ്, പക്ഷേ അപ്പോഴും ഞാൻ സെല്ലാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1 ഇയറിലേക്കുള്ള മൊത്തം എടുത്തു നോക്കിയപ്പോൾ നല്ല ടോപ്പ് ഹൈലായിരുന്നു. അപ്പോൾ ഇനി കയറുകയല്ല, ഇനി ഇറങ്ങാനാണ് ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനിപ്പോൾ സെല്ലെടുക്കാനുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. സെല്ലെടുക്കാനുള്ള റീസണാണ് ഞാൻ പറഞ്ഞത്. 1 ഇയർ വരെയുള്ള എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും ടോപ്പ് ഹൈയിലുള്ളത്. ഇതിപ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ഓക്കെ, 40 ക്വാണ്ടിറ്റി എടുക്കാം. ഓക്കെ, എൻ്റെ അടുത്ത് അന്ന് വന്ന കമൻസിലൊരു കമൻറ്റാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശ്നമാണല്ലേ. അന്ന് വന്ന കമൻസിലൊന്നാണ് കേട്ടോ, ഈ 5000 രൂപ വെച്ച് കളിച്ചിട്ട് 5-6 മണിക്കൂർ നേരം നിന്ന് കളിച്ചിട്ട് നിനക്ക് ആകെ ഒരു 561 രൂപ കിട്ടിയുള്ളൂ. അതും ടാക്സും മറ്റേ GST ബ്രോക്കറേജും മറ്റേ ഉള്ള ആ ടാക്സും ഈ ടാക്സൊക്കെ കഴിഞ്ഞിട്ടും നിനക്ക് ആകെ 393 രൂപ എന്തോ കിട്ടി. അപ്പോൾ 5-6 മണിക്കൂറും പോയി. അപ്പോൾ ഇതുള്ളോ നിൻ്റെ വരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാനത് നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യം തന്നെ, അത് ഞാനൊരു കണ്ടൻറ്റാക്കി എടുത്ത് ചെയ്തതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റായിട്ട് എടുത്ത് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു ട്രേഡിങ് മൊത്തമായിട്ട് എടുത്ത് അത് റെക്കോർഡ് ചെയ്ത് അത് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ച് തന്ന് പൊലിപ്പിച്ചതല്ല. ഒരു 5000 രൂപ എടുത്തിട്ട് അതിൽ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ളതാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, എനിവേ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, മറ്റുള്ളവരുടെ കാര്യമൊന്നുമല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാനെപ്പോഴും ഈ ട്രേഡ് ചെയ്യുന്നത് ഇൻട്രാഡേ മാത്രം ഞാൻ ചെയ്യാറുള്ളൂ. മറ്റുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല. ഇൻട്രാഡേ മാത്രം. ഓപ്ഷൻസിലൊന്നും ഞാൻ കയറാറില്ല. കാരണം ഓപ്ഷൻസിൽ കയറണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ നല്ല കിട്ടും, പോയാൽ നല്ല പോകും. അപ്പോൾ ഇൻട്രാഡേ ആണ് ഏറ്റവും ബെറ്റർ. ഈ ബിഗിനേഴ്സിനും ഏറ്റവും നല്ലത് ഇൻട്രാഡേ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൽ സ്കാൽപ്പിംഗ് ആണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്കാൽപ്പിംഗ് ആണ് എൻ്റെ ഒരു മെത്തേഡ്. അതിനകത്ത് നമ്മളിപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചും ഒരുപാട് കാൻഡിൽസിനെ കുറിച്ചും പഠിച്ചിട്ട് കാര്യമില്ല. ഇത് എന്തിനൊക്കെയാണ് ഏതിനൊക്കെയാണ് എന്നൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും ആദ്യത്തും പഠിച്ച് നമ്മൾ മറന്നു പോകും. കാരണം ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പഠിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിലോ മറ്റേ ക്യാൻഡിൽസിലോ അല്ല ഇരിക്കുന്ന കാര്യം.
ഇതിൽ ഈ അപ്പ് ആൻഡ് ഡൗണിലാണ് കളികൾ മുഴുവൻ ഇരിക്കുന്നത്. കണ്ടോ, നിഫ്റ്റി നിന്ന് -52 നിന്ന് കത്തുക മൈനസ്. അപ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ സെല്ല് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു റീസൺ അതുമാണ്. നിഫ്റ്റി 50 കണ്ടില്ലേ, അത് -51 ആണ്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം ആ റെഡ് കളറിൽ കത്തണേ. ബാങ്ക് നിഫ്റ്റി അതെ -519. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം വളരെ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ എൻഡിൽ എൻ്റെ വിശ്വാസം രക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പറഞ്ഞു തന്നതായിരുന്നു ഈ ബിഗിനേഴ്സിനുള്ള ക്ലാസ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ ആ പാർട്ട് 1 എന്ന് പറഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. ഇതെല്ലാം എഴുതി കൂട്ടി തയ്യാറാക്കി വെച്ച് അത് നിങ്ങളുടെ മുമ്പിൽ അങ്ങ് അവതരിപ്പിക്കുമ്പോഴാണ് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് വരുന്നത്. അത് സ്ക്രിപ്റ്റഡാണ്, നമുക്കത് എന്തോ വെച്ചാൽ കാണിക്കാം. ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇത് നമുക്ക് അതിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്തു പോകും. പിന്നെ ഈ വീഡിയോസിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടും ഇതിനകത്ത് ഇപ്പോൾ എന്തായാലും ഒരു 10, 24, 25 മിനിറ്റ് എന്തോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരാമെന്നുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ താഴെ കണ്ടോ 1 day, 3 day, 1 month, 6 month, 1 year ഞാനതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഞാനത് ഈ അംബുജ സിമെൻറ്റ് സെല്ലെടുക്കാനുള്ള മെയിൻ കാരണം അത് ഞാൻ 1 year വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇന്നത്തെ പ്രൈസിൽ അത് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അംബുജ സിമെൻറ്റ്. അപ്പോൾ ഈ ടോപ്പിലേക്ക് പോവുക, അത് ഡൗണിലേക്ക് വരിക, ടോപ്പിലോട്ട് പോവുക, ഡൗണിലോട്ട് വരിക, ഇത് ഇതിനകത്തുള്ളതാണ്. ഓക്കെ, അത് എന്നും ഉണ്ടാവും. എന്നും അങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബൈ അടിച്ച് കയറിയാൽ പോരെ. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഈ ടോപ്പിലോട്ട് പോകുമ്പോൾ ബൈ മാത്രം ചെയ്യുള്ളൂ, സെല്ല് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ബൈ ചെയ്യാനാണ് അവർക്ക് കോൺഫിഡൻറ്റ്. എന്നാൽ എനിക്ക് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ നമ്മൾ അവരെന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സംഭവം ബൈ എടുത്തതെന്ന് വെച്ചു, ഇത് നേരെ താഴോട്ടാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ഫീലിങ്സ് വരും, ഒരുപാട് കോംപ്ലിക്കേറ്റഡായ ഒരുപാട് കാര്യങ്ങൾ വരും. എന്നാൽ നമ്മൾ ബൈയും സെല്ലും ഇത് രണ്ടും നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. ഞാൻ എപ്പോഴും എനിക്കിത് പച്ചയെന്നോ ചുമപ്പൊന്നൊന്നുമില്ല. അപ്പോഴുള്ള എൻ്റെ മൈൻഡ് അനുസരിച്ചിട്ട് ചെറിയ മെത്തോളജി. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത്, അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഞാൻ താഴേക്ക് ഓർന്ന ഇറങ്ങുകൊണ്ട് സെല്ലെടുക്കുന്നു. ഇത് ഏറ്റവും താഴെയുള്ളത്, അപ്പോൾ അങ്ങനെയാണ് ഇത് മേളിലേക്ക് പോകാനായിരിക്കും ചാൻസ്. ഇതിപ്പോൾ അംബുജ സിമെൻറ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും ടോപ്പ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനം താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ട്രേഡിങ് എപ്പോഴും ഞാനൊരു 25K തൊട്ടിട്ട് ഒരു 50K 55K അതാണ് ഞാൻ സാധനം ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാറ് കേട്ടോ. ഇപ്പോൾ മറ്റേ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യവും മാങ്ങാത്തൂലിയൊക്കെ ആയിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കണ കാരണം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ പരിപാടിയും ചെയ്യാറില്ല. ഇതിപ്പോൾ 5,000 ഇട്ടിട്ട് ചെയ്യുന്നത് മറ്റേ നിങ്ങൾക്കൊരു എനിക്കൊരു കണ്ടൻറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കണ്ടോ, നേരത്തെ വിപ്രോ ഞാനത് 117 രൂപയ്ക്ക് ഞാനത് വിഡ്രോ ചെയ്തിരുന്നു. 5,117 എന്ന് പറയുമ്പോൾ 2% മേളായി. അപ്പോൾ ഞാൻ എപ്പോൾ ഈ സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. ആ ധാരണ എന്ന് പറഞ്ഞാൽ അത് 4% തൊട്ട് 10% വരെയാണ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുക. ഓക്കെ, ഈ 4% പ്രോഫിറ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്. 4% തൊട്ട് 10% വരെയായിരിക്കും എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുക. എന്നാൽ നല്ല മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 23-25% വരെയൊക്കെ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയ ദിവസങ്ങളുണ്ട് കേട്ടോ. ഒരു വട്ടമൊന്നുമല്ല, ഒരുപാട് വട്ടങ്ങൾ കിട്ടിയ സമയങ്ങളുണ്ട്. അതുപോലെ പോയിട്ടുമുണ്ട് കേട്ടോ. തള്ളി മറിച്ച് അങ്ങോട്ട് ഞാനെന്തോ മല മറിച്ചെന്നുള്ളതല്ല ഈ പറഞ്ഞു തന്നെ. അതുപോലെ പോയിട്ടുമുണ്ട്, ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാം, ഇതിനകത്ത് നിന്നൊരു കമൻറ്റാണ്. സത്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ എത്ര ലക്ഷം രൂപ പോയിട്ടുണ്ട്? എൻ്റെ ആദ്യത്തെ വീട്ടിൽ ചോദിച്ചതാണ്, എത്ര ലക്ഷം രൂപ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഈ പോയ എമൗണ്ട് എല്ലാ തവണത്തെയും പോയ എമൗണ്ട് ഞാനങ്ങനെ നോട്ട് വെച്ചിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ഒരു 5 ലക്ഷം രൂപയോളം എൻ്റെ ഇവിടുന്ന് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 കൊല്ലത്തെ പരിപാടിയാണല്ലോ, അതിലൊരു 5 ലക്ഷം രൂപയോളം എനിക്ക് ഇതിന് നഷ്ടമായിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഊഹം ശരിയാണ്. അതിനും ഞാൻ അതിൻ്റെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തു വെച്ച് നോക്കിയിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു ധാരണ വെച്ചിട്ട് ഒരു നഷ്ടപ്പെട്ടതിനേക്കാളും 1 ലക്ഷം രൂപയോളം കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 6 രൂപയോളം കിട്ടിയിട്ടുണ്ടെന്നാണ് കറക്റ്റ് കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മൊത്തം 5-6 വർഷത്തെ മൊത്തം ഇതെടുത്ത് എല്ലാം ചെക്ക് ചെയ്യണം. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ 100% ഇതുപോലെ ഡെയിലി ട്രേഡർ ആവാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഡെയിലി ട്രേഡർ ആവേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് നമ്മളുടേതായ നല്ല മൂവ്മെൻ്റ് ഉള്ള ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം.
ഇത് ഡെയിലി ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ജോലിയില്ല. അവർക്ക് ഇതിൻ്റെ മുമ്പിലിരിക്കുക, ഇതിൻ്റെ മുമ്പിലിരുന്ന് കാശ് പോകുന്നത് കണ്ട് സങ്കടപ്പെട്ട് മനസ്സ് നൊന്ത് അങ്ങനെ ഇരിക്കുക. എന്നാൽ ഞാൻ ഈ പറയുന്ന മെത്തോളജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് നിങ്ങളുടെ ഒരു എന്തായാലും പറയണേ, ജീവിതാനുപാതിയായിട്ട് എടുക്കരുത്. അങ്ങനെയാണോ വാക്ക്? എൻ്റെ 18 ബോളിൽ 60 എന്തൊക്കെ ഒന്നും പോട്ടെ. ഓക്കെ. ആ സാധനം വന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറഞ്ഞു. നമ്മൾ ഈ ഒരു സാധനം, ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഒരു ജീവിത വരുമാനമാക്കി എടുത്ത് മാറ്റരുത്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഒരു പണിക്കും പോകാതെ ഇതൊരു ജീവിതോപാധിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബം കുട്ടിച്ചോറായി പോകും. ഇത് പുറത്ത് നമുക്ക് വേറെ സൈഡിൽ നമുക്ക് വേറെ നല്ല ജോലിയുണ്ട്, നമുക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട്, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നമുക്ക് കുറച്ച് സേവിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സേവിങ് വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാര്യം മാത്രമേ, ഒരു പരീക്ഷിക്കാവുന്ന ഒരു ഗെയിമായിട്ട് മാത്രമേ ഇതിനെ കാണാവുള്ളൂ. ഇതൊരു ജീവിതോപാധിയാണ്. ഇതിനകത്തിപ്പോൾ ട്രേഡിങ് കളിച്ച് മറ്റേ ഷാരിഖ് ഷംസുദ്ദീൻ മറ്റേ മുമ്പ് BMW X5 ആണ് എനിക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് M Class ആണ് ഇഷ്ടം എന്നൊക്കെ പറയുന്ന മെർസിഡീസിൻ്റെ ഏതൊരു സാധനം ഇപ്പോൾ പുതിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, എന്നാൽ എനിക്കും വേണം ഒരു BMW, എനിക്കും വേണം ഒരു ബെൻസ്, എനിക്കും വേണം ഒരു ഫ്ലാറ്റ്. നമ്മളതിലേക്ക് പോയി ചാടി ഇപ്പോൾ 5000 രൂപ അന്ന് ഞാൻ അതിൽ മുടക്ക് മുതലുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് 561 രൂപ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചിന്തിക്കുക? അപ്പോൾ 50,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് 5061 രൂപ കിട്ടായിരുന്നു, 5610 രൂപ കിട്ടിയേനെ. 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് 56,000 ചില്ലാൻ രൂപ കിട്ടിയേനെ. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഇട്ട് കളിച്ചാൽ മതിയായിരുന്നു 56,000 ചില്ലാൻ രൂപ. അതും ഒറ്റ ദിവസം കൊണ്ട് കിട്ടല്ലേ, പലിശക്ക് കൊടുത്ത പോലും കിട്ടില്ലല്ലോ. പലിശക്ക് ഹറാമാണ്ടോ, ഞാനത് സപ്പോർട്ട് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതലാണ് പറഞ്ഞത്, തള്ളുന്നു മാത്രം. ഓക്കെ. അപ്പോൾ നമുക്ക് എമൗണ്ട് കൂടുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അതാണ് മെയിൻ കാര്യം. ഒരിക്കലും നമ്മൾ ഈ സാധനം എമൗണ്ട് കൂട്ടി വെച്ച് കളിക്കരുത്. ബിഗിനേഴ്സ് എല്ലാവരും 5000 രൂപയിലും മേളിൽ ഇട്ട് കളിക്കരുത്. പോയാൽ 5000 പോകുള്ളൂ, എന്നാൽ 5000 പോവില്ല, 5000 നിസ്സാര പെർസെൻറ്റേജുകളാണ് പോകുള്ളൂ. നിങ്ങൾക്ക് ആ 5000 വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം ഇത് കളിച്ച് പഠിക്കാനെങ്കിലും പറ്റും. മനസ്സിലായോ? നമ്മൾ എപ്പോൾ കളിച്ച് പഠിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് നോക്കണം. നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ സ്ട്രാറ്റജി അതിനകത്ത് വർക്കൗട്ട് ആവാത്തത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി അതിൻ്റെ അടുത്ത് യൂസ് ചെയ്തു, അത് വർക്കൗട്ടായില്ല, അത് നെഗറ്റീവായിരുന്നു, നിങ്ങളുടെ കാശ് പോയി. ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കേസ് എല്ലാവരും പറയും, ഇത്രയും സ്റ്റോപ്പ് ലോസ് വെച്ചോ, അത്രയും സ്റ്റോപ്പ് ലോസ് വെച്ചോ എന്നൊക്കെ എല്ലാവരും പറയും. ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാറേ ഇല്ല. നിങ്ങളിപ്പോൾ എടുത്ത അംബുജ സിമൻറ്റ് കണ്ടില്ലേ, ഞാൻ സ്റ്റോപ്പ് ലോസ് വച്ചിട്ടില്ല. താഴോട്ട് പോവുകയാണെങ്കിൽ എത്ര വരെ പോകും എന്നുള്ളത് ഞാൻ നോക്കും. എത്ര വരെ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തനെ അങ്ങോട്ട് ഇറങ്ങണ വരെ നോക്കിക്കാന്നല്ല കേട്ടോ. അതൊരു ഏകദേശമായ ഇതിൻ്റെ ഒരു ലൈനിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് ഒരു ലിമിറ്റ്, എൻ്റെ കയ്യിൽ നിന്ന് പോവേണ്ട എമൗണ്ടിൻ്റെ ലിമിറ്റ് വിട്ടാൽ ഞാൻ അപ്പോൾ കട്ട് ഓഫ് ആക്കും. എന്നാൽ കയറുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കയറിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു ഏത് ട്രേഡാണെങ്കിലും ഒരു 4% ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ കട്ട് ഓഫ് ആകും. കാരണം അങ്ങനെ കുത്തി കയറിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ ഡൗൺ ഉണ്ടാവും. ആ ഡൗൺ വരുന്നത് നിസ്സാര സെക്കൻഡുകൾ കൊണ്ടായിരിക്കും, 4-5 സെക്കൻഡുകൾ കൊണ്ടായിരിക്കും സാധനം അടിച്ച് ഡൗൺ ആയി പോകാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ വലുതാണ്, നമുക്കറിയാം. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ട്രേഡിങ് അതുപോലെ വരണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. ഓക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടോ ഇപ്പോൾ -10 ആണ്, -12 ആയി. നേരത്തെ 56 വരെ വന്നായിരുന്നു. അപ്പോൾ എനിക്കത് വിഡ്രോ ചെയ്യാമായിരുന്നു. എനിക്ക് എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല, എന്തിനാപ്പോൾ മൈനസിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ധാരണയാണ്, എനിക്കൊരു വിശ്വാസമുണ്ട്. ഏറ്റവും ഉന്നതിയിലാണ് ഇപ്പോൾ അംബുജ സിമൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ സമയമാണ്, രാവിലത്തെ ഏറ്റവും മേളിൽ സമയം ചോദിച്ചിട്ടുണ്ട് 8:45, ഏറ്റവും മേളിൽ ടൈം ഉണ്ടോ. ഈ സമയത്ത് ഇനി അങ്ങോട്ട് ഉച്ചയ്ക്ക് 3:30 വരെ ടൈം കിടക്കുന്നുണ്ട്. ഈ സമയത്തിനകത്ത് ഈ സാധനം താഴേക്ക് വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. എന്ന് വെച്ചിട്ട് -10 പോയി -50 -60 ഒരു 100 എത്തിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ടിൻ്റെ, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 2% വന്നു. അപ്പോൾ അത് അത്രയും വരെ നമ്മൾ എത്തിക്കരുത്. ഒരു 1.5 ഒരു 50 രൂപ -50 -60 70 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്തോണം. മനസ്സിലായില്ലേ? ഇത് ഞാനത് സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്തതിന് കാരണം 18 ബോൾ വീണ്ടും ആരാണ്ടൊക്കെ ഓൺലൈനിൽ ഗെയിം വിളിക്കുന്നുണ്ട്. വിട്. ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സാധനങ്ങൾ വരും, നമ്മുടെ റിലേ കട്ടാവും, വേറെ വഴിക്ക് പോകും. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞാണ് വന്ന ക്ലാസ്സിലൊന്നാണ് ഞാൻ ഈ ഷാരിഖ് ഷംസുദ്ദീനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ
ഓരോരുത്തരുടെ ജീവിതകാര്യമാണ്, ജീവിതാനുഭൂതി. എന്താ ആ വാക്ക് പറയുക? നിങ്ങളാരെങ്കിലും ആ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ താഴ്ന്ന മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് തന്നെ, എനിക്ക് അത്ര കിട്ടുന്നില്ല. ശരി, ജീവിതോപാധി. ജീവിതോപാധി ഷാരിഖ് ഷംസുദ്ദീൻ്റെ ജീവിതോപാധി ചിലപ്പോൾ അതായിരിക്കും. ക്ലാസ് എടുത്ത് കൊടുക്കുക, അതിൽ നിന്ന് കാശ് വാങ്ങിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു ക്ലാസ്സുകളിലും പോരുത്. ഈ ക്ലാസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇൻഡിക്കേറ്റേഴ്സ്, അത് ഇത് മറ്റേ ക്യാൻഡിൽസ്, അങ്ങനെ ഇങ്ങനെ പലതും പറയും. അതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നതെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്ന് അത് സെല്ലെടുക്കാനുള്ള എൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഞാൻ താഴേക്ക് വരാനേ ചാൻസ് ഉള്ളൂ. ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടി, ശൂന്യാകാശം മുട്ടി, ഇനി അങ്ങോട്ട് മേളിലേക്ക് പോകണം, താഴോട്ട് വരും എന്നുള്ളത് നമുക്കൊരു ചിന്ത നമുക്ക് വേണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല നേരത്തെ നിഫ്റ്റി 50 ഉണ്ടോ, -69 ആണ്. ബാങ്ക് നിഫ്റ്റി ഉണ്ടോ, -541 ആണ്. അപ്പോൾ ഇത് താഴേക്ക് ഇടിയാൻ തന്നെയാണ് ചാൻസ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ എപ്പോഴും ഒരു ധാരണ. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. -32 കാശ് പോയത്. ശരിയാവുമെന്ന് നമുക്കും പ്രതീക്ഷയുണ്ട്, ശരിയാവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ അത് -30 പോകുമ്പോൾ ഏറ്റവും മേളിൽ ഉണ്ടോ 95, അതായത് താഴെ എടുത്താൽ 117 രൂപ പ്രോഫിറ്റിൽ നിന്നാണ് അത് കട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കിട്ടിയിട്ട് വേണം ഇവരുടെ ബ്രോക്കറേജും കൊടുത്ത് ഇവരുടെ ടാക്സും അടച്ച്. എന്നാൽ നമ്മൾ തോറ്റ് കഴിഞ്ഞാലോ, തോറ്റാൽ മീൻസ് നമുക്ക് കാശ് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ബ്രോക്കറേജ് കെട്ടണം, എന്നാലും നമ്മൾ GST കെട്ടണം, എന്നാലും നമ്മൾ ടാക്സ് കെട്ടണം. കാശ് പോയാലും വന്നാലും ഒക്കെ ടാക്സ് കെട്ടണം. ഇത് ഒരു വലിയൊരു മൈൻഡ് ഗെയിമാണ്. നമ്മൾ ഈ ബിഗിനേഴ്സ് എല്ലാവരും 5000 രൂപ വെച്ച് തന്നെ കളിച്ച് പഠിക്കണം. 5000 രൂപ വെച്ച് കളിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഈ 5000 രൂപ 5000 രൂപ വെച്ച് ആകെ 561 രൂപയല്ലേ കിട്ടുള്ളൂ. നഷ്ടമല്ലേ? 5-6 മണിക്കൂർ ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കണ്ടേ? ആ സമയം ഒരു 50,000 രൂപ വെച്ച് കളിക്കണമെങ്കിൽ 5,000 രൂപയിലേ ചേട്ടാ എന്ന് നിങ്ങൾക്ക് തോന്നും. നമ്മൾ ക്യാഷ് കൂടുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ 5000 രൂപ വെച്ച് കളിച്ച് അതിലൊരു പദം വരണം. ഈ എമൗണ്ട് മാറുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറാൻ പാടില്ല. ഞാൻ ഇപ്പോൾ മാക്സിമം വെച്ച് കളിച്ചിരിക്കുന്നത് മസ്കറ്റിൽ വെച്ചിട്ട് മാക്സിമം വെച്ച് കളിച്ചിരിക്കുന്നത് 1.25 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെയാണ് കളിച്ചിരുന്നത്. എൻ്റെ ഇതിലുള്ള പ്രോഫിറ്റ്, ചില സമയത്തുള്ള പ്രോഫിറ്റ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് കൂടി എന്നോടൊരു കാര്യം പറഞ്ഞു, എടാ ഞങ്ങളുടെ കുറച്ച് പൈസ കൂടി ഇട്ടിട്ട് കളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോസായി എന്ത് ചെയ്യും? ഇപ്പോൾ എത്ര % വരെ ലോസ് പോകും? ഞാൻ പറഞ്ഞു മാക്സിമം 2% അല്ലെങ്കിൽ 3%, പോട്ടെ ഒരു 5% പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ 5000 രൂപ കൂടുതൽ പോകില്ലല്ലോ. ഇല്ല, അത് അങ്ങ് പോവാണെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല, ഒരു വട്ടം വെച്ചൊന്ന് കളിച്ച് നോക്കുന്നു. അങ്ങനെ ഒരു 4-5 പേര് ഇതുപോലെ എല്ലാ പേരും പറഞ്ഞു. ഒരു 5 രൂപ വെച്ചിട്ട് ഒരൊറ്റ വട്ടം കളിച്ചിട്ടുണ്ട്. അന്ന് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്ന് ഞാനെടുത്തൊരു ടെൻഷൻ ചില്ലറയല്ല. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കാശ് നമ്മുടെ അല്ല, പോയാൽ കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞു. ഒബ്വിയസ്ലി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും അതിനകത്തില്ല. എന്നിരുന്നാലും നമ്മളുടെ ഇത് സെറ്റാവില്ല, ഏതാ മൈൻഡ് സെറ്റാവില്ല. ഇത്രയും എമൗണ്ട് വെച്ച് കളിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായ കാൽക്കുലേഷനൊന്നും മൈൻഡിൽ വരില്ല. ചേട്ടാ നിഫ്റ്റി 50 ഇപ്പോഴും ഒരുപാട് ഡൗൺ ആയിട്ടുണ്ടല്ലോ, 750 എന്നിട്ട് എന്താ അംബുജ സിമെൻറ്റ് ഡൗൺ ആവാത്തത്? ഡൗൺ ആവും. നമ്മൾ ഇതിലൊന്നും കയറി 850 ആയിട്ടുള്ളൂ. ഇതിലൊന്നും കയറി നമ്മൾ അധികം ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എല്ലാം ശരിയാവും. അതും ഇവനും ഡൗൺ ആവും, ഇവൻ എവിടം വരെ കയറി പോകും, ഇവനും ഡൗൺ ആവും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് വരും. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ചെറിയ 5000 രൂപയിൽ വെച്ച് കളിച്ച് പഠിച്ച് നമ്മുടെ മൈൻഡ് സെറ്റാക്കണം. ഓക്കെ, ഇത് അപ്സ്റ്റോക്സിൽ, ഞാൻ അപ്സ്റ്റോക്സാണ് എൻ്റെ ബ്രോക്കർ. ഓക്കെ, ഈ കാണുന്നത് മൈ ലിസ്റ്റാണ്. മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അപ്സ്റ്റോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾക്ക് ഇത്രയും കിട്ടില്ല. ഇതിനകത്ത് ഈ സ്റ്റോക്കുകളൊക്കെ ഞാനെടുത്ത് കളിക്കാനുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ടാണ് ഇത് മൈ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. വിപ്രോ കളിക്കാറുണ്ട്, ONGC കളിക്കാറുണ്ട്, AB ക്യാപിറ്റൽ കളിക്കാറുണ്ട്. മെയിനായിട്ട് എപ്പോഴും കളിക്കാറുള്ള അംബുജ സിമെൻറ്റ് ഉണ്ട്, ഇൻഡസ് ടവർ ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അതാണ് ഹിന്ദു പെട്രോൾ, പിന്നെ SBIN ഉണ്ട്, വോൾട്ടാസ് എടുക്കാറുണ്ട്. പിന്നെ ഇത്രയാണ് മെയിനായിട്ട് കളി. ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ പെട്രോളും മറ്റേ അംബുജ സിമെൻറ്റും ആണ് കേട്ടോ. കാരണം എനിക്ക് വേണ്ട നല്ല മൂവ്മെൻറ്റാണ് വേണ്ടത്. കണ്ടോ ഇന്നത്തെ അംബുജ സിമെൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കി 7.50. ഓക്കെ, ഈ 7.50 സ്റ്റാർട്ടിങ്ങിൽ കയറിയ ഒരുത്തൻ ഇന്നിപ്പോൾ അവൻ്റെ എമൗണ്ട് അവൻ എവിടെ നിൽക്കുന്നുണ്ടാവുമെന്നറിയോ? 7.65 എന്ന് പറഞ്ഞാൽ -40. ഒരു
70 അവിടെ 70 ആയി കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മൾ ഞാനത് പറഞ്ഞ പോലെ 5000 വെച്ച് നമ്മൾ കളിച്ച് പഠിക്കണം. 5000 വെച്ച് പഠിച്ച് നമ്മളുടെ മൈൻഡ് ഇതായിട്ട് സെറ്റാക്കി എടുക്കണം. അതായത് ഈ കാശിൻ്റെ ഫ്ലോ, നമുക്ക് വരുന്ന കാശാണെങ്കിലും പോകുന്ന കാശാണെങ്കിലും നമ്മളുടെ ടെൻഷനും നമ്മളുടെ മൈൻഡ് ഫ്ലോ ഇതായിട്ട് അറ്റാച്ച് ആവുന്നവരെ നമ്മൾ ഇതായിട്ട് കളിക്കണം. മനസ്സിലാവുണ്ടോ? അത് അങ്ങനെ കളിച്ച് വന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ 5000 വെച്ച് കളിച്ച് പഠിച്ച് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എടുത്തതിനെ അടുത്ത സ്റ്റെപ്പായിട്ട് 10000 അല്ല, അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് 25000 വരാം. മനസ്സിലാവുണ്ടോ? പിന്നെ ആ 25000 വെച്ച് ഇതുപോലെ കളിച്ച് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് 50000 ആഡ് ചെയ്യാം. ഒരിക്കൽ ഒരൊറ്റ വട്ടം കൊണ്ട് 5000 രൂപ കിട്ടി, അവനക്ക് 561 കിട്ടിയല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം 50000 ഇടാം. 561 കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? ഒരു 5000 50000 ഇട്ടാൽ 5000 രൂപ കിട്ടി. നമുക്ക് അതാണ് വേണ്ടതെന്ന് ഓർത്തിട്ട് ഒരിക്കലും നമ്മൾ ചാടി കയറി അതിലേക്ക് ഇറങ്ങരുത്. നമ്മളെപ്പോഴും ചെറിയ എമൗണ്ടിൽ കളിച്ച് പഠിച്ച് നമ്മുടെ മൈൻഡ് ഫ്ലോ, നമ്മുടെ മൈൻഡ് ഇതായിട്ട് സെറ്റാക്കണം. ഓക്കെ, 50 മിനിറ്റ് ഇപ്പോൾ ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്നതെന്ന് വെച്ചാൽ ഈ മറ്റുള്ളവരുടെ വീഡിയോസിലും മറ്റുള്ളവരുടെ ക്ലാസ്സിലൊന്നും പോയി കയറരുത്. അവരൊന്നും ഒരിക്കലും അവരൊക്കെ ഈ ക്ലാസ് എടുത്ത് അവർക്ക് ക്ലാസ് എടുത്തിട്ടുള്ള പ്രോഫിറ്റുകളുള്ളൂ. ഒരിക്കലും ഞാൻ എഴുതി തരാം, ഒരാളും ഒരു ട്രേഡറും അവൻ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ടാവില്ല. നിസ്സാരമായ ആൾക്കാരെന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ യൂട്യൂബിൽ കാണുന്ന മിക്ക ആൾക്കാരും അവർ വിജയിച്ച ചരിത്രം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ക്ലാസ് എടുപ്പിച്ചിട്ടാണ് അവരുടെ ജീവിത വരുമാനം കണ്ടെത്തുന്നത്. അവരൊരിക്കലും ട്രേഡ് ചെയ്തിട്ടല്ല ജീവിത വരുമാനം കണ്ടെത്തുന്നത്. കാരണം അവർക്കറിയാം എനിക്കിപ്പോൾ നഷ്ടത്തിൽ തന്നെയുള്ള കേട്ടോ. 840 കൂടി 50% മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ സെല്ലാണ് എടുത്തേക്കുന്നത്. സത്യം പറഞ്ഞെങ്കിൽ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയണു, നീ 50 എല്ലാം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനും താഴോട്ട് വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അതാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മൈൻഡ് ഔട്ടായിട്ട് നമ്മൾ ഓടിച്ചാടി കയറി അത് വിഡ്രോയും ചെയ്യരുത്. കാരണം നമ്മളൊരു കാര്യം ഉറച്ച തീരുമാനം എടുത്താൽ നമ്മൾ ആ ഉറച്ച തീരുമാനം തന്നെ നമ്മൾ നിൽക്കണം കേട്ടോ. എനിവേ, ദൈവത്തെ ഓർത്ത് ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ട് നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് ഈ പറഞ്ഞാലൊന്നും പോയി ചെയ്യരുത് കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്നാമത് ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയാനും താല്പര്യമില്ല. കാരണം അന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ട്രേഡിങ്ങിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, സാർ വേറൊരു വീഡിയോയും ചെയ്യണം അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് പേര് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒരു താല്പര്യം. നമ്മളുടെ സംസാരത്തിലാണ് നമ്മൾ എവിടെയും പിടിച്ച് നിൽക്കണം കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരും ഒക്കെ ഉള്ള ഒരാളെ ഞാനത് ആരും ഇല്ലാത്ത ഒരു ബഹ്റിനിലേക്ക് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും എനിക്ക് ബഹ്റിനില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞത് എൻ്റെ കയ്യിൽ തന്നെ വരുമെന്ന് എനിക്കറിയാം. ഏത് ഫ്രണ്ട്സ് ഒരുപാട് നല്ല ഫ്രണ്ട്സുകൾ എനിക്ക് കിട്ടും. എൻ്റെ നാക്ക് അങ്ങനെയാണ്, ഒരു സമയത്ത് വെറുതെ ഇരിക്കാറില്ല. അപ്പോൾ എനിക്ക് സംസാരിച്ച് വയ്ക്കാൻ ഉമ്മയുടെ മെസ്സേജാണ്. വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച മാത്രം ട്രേഡ് എടുക്കാനുള്ള ഇന്ന് വെള്ളിയാഴ്ചയാണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അത് നിസ്കാരത്തിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരും. എനിവേ അതുകൊട്ടെ. എൻ്റെ സ്ക്രീൻസ് ഇത് കണ്ടായിരുന്നോ? 70 ദാറ്റ്സ് മീൻ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇറങ്ങേണ്ടതായിരുന്നു ഞാൻ, പക്ഷേ ഇറങ്ങിയില്ല കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ആ വെയിറ്റ് ചെയ്തിട്ടുള്ള ഗുണം എനിക്കുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ആ മൈനസ് എല്ലാം പ്ലസ്സായി. ആ റെഡ് കളർ കണ്ടതെല്ലാം ഗ്രീൻ കളറിലായി. കാണിച്ചു തരാം, എൻ്റെ എമൗണ്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? അതേ അംബുജ സിമെൻറ്റ് എനിക്കിപ്പോൾ 116 രൂപ പ്രോഫിറ്റിലുള്ളത്. ഇപ്പോൾ ടോട്ടൽ എത്രയാണ് മേളിൽ നോക്കി? ഇപ്പോൾ 124, അതായത് 2% കൂടുതലായി. ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്കത് കട്ട് ഓഫ് ചെയ്യാം. കാരണം 2% ആയി. കാരണം ഇന്നത്തെ മൂവ്മെൻറ്റ് അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് നോക്കി നിന്ന് കഴിഞ്ഞാൽ കണ്ടോ, അന്ന് എത്ര താഴേക്ക് ഇറങ്ങി നോക്ക്. ആ താഴേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് എത്ര വന്നു നോക്ക്. ഇനി വെച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നമാണ്. നമുക്കിത് ഇപ്പോൾ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാം. സ്ക്വയർ ഓഫ് ചെയ്താൽ കട്ട് ചെയ്യാം. നമുക്ക് അത്രയും പ്രോഫിറ്റ് മതി. ഇപ്പോഴത്തെ 10:30 അപ്പോൾ 8:30 തുടങ്ങിയ പരിപാടിയാണ്. 4% പ്രോഫിറ്റ് ആയുള്ളൂ. ഇത്രേ ഉള്ളൂ കാര്യം. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.
4% തൊട്ട് 10% വരെ. ഇത് നോക്ക്, അവൻ എത്ര ഇറങ്ങി നോക്ക് താഴോട്ട്. അതുപോലെ കയറിയത് എത്ര നേരം കൊണ്ട് കയറി നോക്കി, ഒരുപാട് ടൈം എടുത്ത് കയറി. അവൻ ഇറങ്ങിയപ്പോൾ ഉണ്ടോ ഒരൊറ്റ ഇറക്കമായിരുന്നു. ഇതാണ് ട്രേഡിങ്. ഇതിനകത്ത് ഇപ്പോൾ ആ പച്ച കത്തിയ സമയത്ത് ആ ഏറ്റവും മേളിലുള്ള പച്ച ഉണ്ടോ, ആ ഇറങ്ങണതിന് മുമ്പുള്ള പച്ച, അത് മേളിലോട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇത്ര വരെ ഇറങ്ങുന്ന വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ അടപ്പ് തെറിച്ചിട്ടുണ്ടാവും. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, വേറെ വീഡിയോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ ചെയ്യാം. അടുത്ത ഒരു ലൈവും കൂടി എടുക്കുന്നുണ്ട്. അതിനകത്ത് ഈ റിവെഞ്ച് ട്രേഡിംഗ് ഒന്നും നടത്തരുത് കേട്ടോ. ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാശ് പോയി, ആ കാശ് വീണ്ടും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ പുറകെ ഒരുപാട് ട്രേഡ് ബാക്ക് ടു ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള ബാലൻസ് കൂടി അങ്ങ് പോകും. ഞാൻ ആ വിഡ്രോ ചെയ്തതിന് ശേഷം വീണ്ടും പൊങ്ങി വരണുണ്ടോ. അപ്പോൾ ഞാൻ വിഡ്രോ ചെയ്ത് എത്ര നന്നായി, വീണ്ടും അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും വിഡ്രോ ചെയ്തു. ഇപ്പോൾ അതിൽ എത്രയുണ്ട് പ്രോഫിറ്റ്, 200 സംതിങ് എന്തോ ഉണ്ട്. അപ്പോൾ എൻ്റെ മൊത്തം എമൗണ്ടിൻ്റെ ഏകദേശം 5% എനിക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ, രണ്ടും കൂടി ചേർത്തിട്ട്. ഇനി അടുത്തൊരു 5% കൂടി എടുക്കാനായിട്ട് മാക്സിമം 2 ട്രേഡൊക്കെ ഒരു ദിവസം എടുക്കാവുള്ളൂ, അതിൽ കൂടുതലൊന്നും എടുക്കരുത്. അത് എത്ര ക്യാഷ് കിട്ടിയാലും ശരി, എത്ര ക്യാഷ് പോയാലും ശരി, നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ട്രേഡ് കൂടി എനിക്ക് എടുക്കണമെന്നുണ്ട്. അത് ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട് എൻ്റെ ഇടയിൽ. ഓക്കെ, അതെന്തെങ്കിലാവട്ടെ. എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇതൊരു ജീവിതാനുപാതിയായിട്ട് എടുക്കരുത്. ജീവിതം കുട്ടിച്ചോറാവും. എല്ലാവരുടെയും കാശ് പോവും, കാര്യങ്ങൾ പോവും, എല്ലാം പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊരിക്കലും ഒരു ജീവിതാനുപാതിയായിട്ട് എടുക്കരുത്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചെയ്യാൻ മടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് കണ്ട് ഈ സംഭവം വീണ്ടും ഇതിനകത്ത് ഇൻസ്പയറായി പിള്ളേരൊക്കെ ഓടിച്ചാടി ഇതിലൊന്ന് കയറി കഴിഞ്ഞാൽ വെറുതെ അവരെ കാശ് കളയാമെന്നല്ലാതെ അതുകൊണ്ട് വേറെ ഗുണമില്ല. അങ്ങനെ കാശ് കളയാനുള്ളതല്ലല്ലോ. നമുക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് എടുക്കുക, ഒരു ഗെയിം പോലെ എടുക്കുക. നിങ്ങൾക്ക് വേറെ വരുമാനം ഉണ്ടായിരുന്നിരിക്കണം. ഇതല്ല ജീവിത വരുമാനം, വേറെ ആയിരിക്കണം ജീവിത വരുമാനം. ഓക്കെ, അങ്ങനെ വേറെ ജീവിത വരുമാനം ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് നിന്ന് ആദ്യം ഒരു 5000 രൂപ എടുത്ത് നിന്ന് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നിന്ന് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ട്, മനസ്സിലായോ? അല്ലാതെ ഒരു ജോലിക്കും കൂലിക്കും പോകാതെ ചുമ്മാ വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിയിരുന്നുകൊണ്ട് കാശുണ്ടാക്കാമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ, വീട്ടിലുള്ള അച്ഛനും അമ്മേനെയും കെട്ടികളും പിള്ളേരൊക്കെ പട്ടിണി കയറുന്ന ഇടപാടായി പോകട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് ക്ലാസ് എടുക്കുന്ന കേമന്മാരൊക്കെ പല കുതന്ത്രങ്ങളും പറയും. ഇപ്പം അങ്ങ് വാരിക്കോരി തട്ടിത്തരാന്നൊക്കെ പറയും. ഒരുപാട് റോബോട്ടുകളൊക്കെ വെച്ചിട്ട് മല മറിക്കാന്നൊക്കെ പറയും. അതിലൊന്നും പോയി വീണേക്കരുത്. അതിൽ വീണവരൊക്കെ പലരും ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട്, നാട് വിട്ട് പോയിട്ടുമുണ്ട്. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകരുത്. നിങ്ങൾക്ക് നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചിലവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സേവിങ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതാകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അതും സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 രൂപ ഇട്ട് കളിക്കേണ്ട കേസേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അതിൻ്റെ ഇടരുത്. ഈ പ്രോഫിറ്റ് 10% ആണല്ലോ കിട്ടുക എന്നൊന്ന് വെച്ചിട്ട് 5000 വെച്ച് കളിക്കരുത്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 2% ഞാൻ കളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 2% കളിച്ചിട്ടുണ്ട്, 1% കളിച്ചിട്ടുണ്ട്, 23% വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേ ഇവൻ ബഹ്റിനിലാണോ അതോ ബംഗ്ലാദേശിലാണോ എന്ന് വിചാരിക്കും. അല്ല, ബഹ്റിന് തന്നെയാണ്. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ അവിടെ ഒരു ബംഗാളി മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പള്ളിയിലോട്ട് പോകണേ. അവിടെ പള്ളിയിൽ നിൽക്കാനും ഇരിക്കാനും സ്ഥലമൊന്നുമില്ല. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം അവിടെ റോഡ് സൈഡിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. കാരണം പള്ളിയിൽ നിന്നൊക്കെ ആൾക്കാർ ഫില്ലാണ്. റോഡ് സൈഡിൽ എപ്പോൾ നിസ്കാരം തോന്നുന്നു അപ്പം തന്നെ ഒരു മാറ്റ് എടുത്ത് വിരിച്ച് അവിടെ നിസ്കാരം അപ്പോൾ റോഡ് ഒന്ന് ബ്ലോക്കാക്കും. നിസ്കാരം കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡ് ഓപ്പൺ ആക്കി കൊടുക്കും. അങ്ങനെയാണ് പരിപാടി. ചാനൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. ഇതൊക്കെ ഇതൊക്കെ എപ്പോഴും പറയണം. അതുള്ള പണി, വേറെ പണിയൊന്നുമില്ലല്ലോ ഗൈസ്. ഈ സാധനം, ഈ മാറ്റ് അങ്ങോട്ട് വിരിക്കുക. ഈ റോഡിലാണ് കേട്ടോ, വണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന റോഡാണ്. ആ മേളിൽ കെട്ടിയാണ് ഷെഡ്. ഇവിടെ നിസ്കരിക്കുന്ന ആൾക്ക് ഇവിടെയാണ് എല്ലാ വില്ലേജിലും നിസ്കരിക്കാൻ വരിക. അപ്പോൾ അതുകൊണ്ട് വെച്ചേക്കണതാണ്. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, ബൈ ഓൾ.